പമ്പയാറ്റിൽ പത്തനംതിട്ട അയിരൂർ ആറാട്ടുകടവിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ 8ാം ദിവസവും കണ്ടെത്താനായില്ല. തിരുവനന്തപുരം തുളിക്കോട് സ്വദേശിയായ മുഹമ്മദ് അനസാണ് ഒഴുക്കിൽപ്പെട്ടത്. അതേസമയം പമ്പയിൽ ഇന്നലെ വൈകുന്നേരം ഒഴുക്കിൽപ്പെട്ട മാലക്കര സ്വദേശി മാത്യുവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമുള്ളത്. 2 പേരെയാണ് കണ്ടെത്താനുള്ളത്. റംബൂട്ടൻ അടക്കം പഴവർഗ്ഗങ്ങൾ മൊത്തത്തിൽ എടുത്ത് കച്ചവടം നടത്തുന്ന വന്ന ആളാണ് തിരുവനന്തപുരം തുളിക്കോട് സ്വദേശിയായ 32 വയസ്സുകാരൻ മുഹമ്മദ് അനസ്. 13-ാം തീയതി അദ്ദേഹം കുളിക്കാൻ ഇറങ്ങുമ്പോൾ അയിരൂർ സ്വദേശിയായിട്ടുള്ള ഹരി, തുളിക്കോട് സ്വദേശിയായിട്ടുള്ള അയൂബ്, ഇവർ 2 പേരും ഒപ്പം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നത്? ഞങ്ങൾ 2 പേരും കുളിക്കാൻ കടവിലോട്ട് പോയി. കടവിലോട്ട് പോയപ്പോൾ ഇവൻ പുറകെയാണ് വന്നത്. ഇറങ്ങി വന്ന് ഞങ്ങൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനും ഞങ്ങളോട് വന്ന് മുങ്ങി. ആദ്യം മുങ്ങിയിട്ട് ഞാൻ മുങ്ങി എഴുന്നേൽക്കുമ്പോൾ ഇവൻ വഴുതി വെള്ളത്തിൽ കൂടെ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നീന്തറിയാം. വെള്ളത്തിൽ എനിക്ക് ഒരാളെ രക്ഷിക്കാൻ കൂടുതലായിട്ട് ഒഴുക്കിൽ പോയപ്പോഴേ രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ മാക്സിമം എൻ്റെ കഴിവിൽ കൂടുതൽ ഞാൻ ശ്രമിച്ചു നോക്കി. ഇവൻ എന്നെയും പിടിച്ചുകൊണ്ട് വെള്ളത്തിലോട്ട് താഴുകയാണ് ചെയ്തത്. നമ്മൾ അപ്പോഴും തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും ബന്ധപ്പെട്ട് അന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഫയർഫോഴ്സ് വന്ന് ആ വീഴുന്ന ഭാഗങ്ങൾ മൊത്തം ഒന്ന് മുങ്ങി തപ്പിയായിരുന്നു. അപ്പോൾ ഇരുട്ടായി, 7 മണിയൊക്കെ ആയി. അതോടുകൂടി പിന്നെ അവർക്ക് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് തിരച്ചിൽ നിർത്തി. പിറ്റേ ദിവസം വന്ന പിന്നെ ഒന്നുകിൽ പൊങ്ങുവാണെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു ഫോൺ വിളി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, എവിടെ നിന്നെങ്കിലും കിട്ടിയതായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇവിടെയൊക്കെ മൊത്തം ഇതായിരുന്നു, വേസ്റ്റായിരുന്നു. മുളയെല്ലാം വന്നടിഞ്ഞ് അത് നമ്മൾ 3 ദിവസം ആളെ നിർത്തി നമ്മളിലുള്ളവർ തന്നെ ഒരു 3-4 പേര് ഇറങ്ങി വൃത്തിയാക്കി എല്ലാം വിട്ടു. എന്നിട്ട് അവിടെ നിന്ന് വലിയ നമുക്ക് പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവിടെയുള്ള നാട്ടുകാരെ, ഇവിടെയുള്ള പ്രദേശവാസികൾ പറയണത് ഇവിടെ മൊത്തം മരവും 2018 പ്രളയത്തിൽ വന്ന് മരവും അതെല്ലാം വന്നിരിക്കണ ഒരു അവസ്ഥയാണ് ഇവിടെ. അതിൻ്റെ അകത്തെല്ലാം കയ്യോ കാലോ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കും, പിന്നെ പൊങ്ങത്തില്ല. നമുക്ക് ഒരാവശ്യം എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയെങ്കിലും മുങ്ങണം. മുങ്ങി നോക്കിയിട്ട് അവനെ എങ്ങനെയെങ്കിലും മുഴുങ്ങിയിരിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും കിട്ടൂല, കിട്ടണ ഭാഗമെങ്കിലും നമുക്ക് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിച്ച് നമ്മളിവിടെ ഇരിക്കുന്നത്. മുഹമ്മദ് അനസിനെ കണ്ടെത്തുന്നതിൽ ഊർജിതമായ ഒരു ശ്രമം ഉണ്ടാകണമെന്നുള്ളതാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെ തന്നെ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.